പൂച്ച കരയുന്നത്. ഇതുപോലെ ഇതിന് മുമ്പും വന്നിട്ടില്ലേ? ഇങ്ങനെ ഒരു വേറൊരു ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇട്ട് സിമിലർ ആയിട്ട് വന്നിട്ടില്ലേ? ഇല്ലേ? ഇല്ലേ? അത് വേറെ ആളാണോ? അയ്യോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തേജാവാണോ? ഒരുമിച്ചോ? പറയാൻ പറ്റില്ല. മറ്റേ സിനിമയിൽ പറഞ്ഞു എന്റെ സ്വപ്നത്തിൽ നീ ഉണ്ടായിരുന്നല്ലോ. എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ആയിരിക്കും. ആ ധനശ്രീ ആയിരിക്കും. ഈ മധു ഇവിടെ വരുന്നവരെ നമ്മുടെ മീൻകുട്ടന് ഒരു പ്രശ്നമില്ലായിരുന്നു. ആണോ? അപ്പൊ വർഷങ്ങളായിട്ട് എനിക്ക് കുഴപ്പമുണ്ട്. മധുങ്ങൾ ആദ്യം തൊട്ടേ ഉണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ എസ്തർകുട്ടിയല്ല. പിന്നെ ആരാ? പാത്തുമ്മയാണോ? ആരാ മറന്നുപോയി? പാത്തു, അല്ല ഐഷ? മൈമൂന, ഐഷ? ആയിഷ, ആരാ? ബീവാത്തു, അല്ല ഫാത്തിമ? അല്ല ആരും ഉമ്മ കൊൽസു. അല്ല പിന്നെ ആരാ? ആരാ ചേച്ചി? അവള് മറന്നുപോയി. ആരാന്ന്? ആയിഷ? ഖദീജ. ഖദീജ. ഖദീജയാണ്. ഖദീജ. ഓക്കേ ഓക്കേ ഓക്കേ. ഞാനിന്ന് എസ്തർകുട്ടിയല്ല. പിന്നെ ആരാ? അതേ ഓർമ്മയില്ല. ഓർമ്മയില്ല. അറിയുന്ന പേര് മുഴുവൻ പറഞ്ഞു നോക്കി. കരളിൽ വിരിഞ്ഞ റോജ മലരാണു നീ ഖദീജ, മലരാണു നീ ഖദീജ, ഖദീജ. ഖദീജ എവിടെയാണ് താമസിക്കണേ? ഉളിയന്നൂര്. ഉളിയന്നൂര്. ആലുവല്ലേ? ഒളിയന്നൂര്. എന്തെങ്കിലും സംശയിച്ച് നിക്കുന്ന എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ഒന്നും പറയാനില്ലേ? എന്തോ സംശയത്തില, ഇങ്ങനെ കൊറേ നേരം ചിന്തയില്ല. നമ്മുടെ പുന്നാര കുട്ടി പാടാൻ പോകുന്നത് ഒരു പുന്നാര പനന്തത്തയുടെ പാട്ടാണ് അല്ലേ? ആ, അത് നമ്മുടെ ബാബുക്കയുടെ പാട്ടാണ്. ആഹാ, എന്തൊരു പാട്ടാണിത്. പി ഭാസ്കരൻ സാറും ബാബുക്കയും കൂടെ ചേരുമ്പോഴത്തേക്കും അത് അമൃതം പോലെ ആയിരിക്കും. ആഹാ, എത്ര കാലം കഴിഞ്ഞാലും അതിങ്ങനെ പുതുതായിട്ട് ഇങ്ങനെ ധ്വനിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആ പാട്ടാണ് ഇന്നെന്റെ കരളിലെ പൊന്നണിപ്പാടത്തൊരു പുന്നാര പനന്തത്ത പറന്നു വന്നു. ഖദീജ പാടാൻ പോകുന്നു. അതെ, ഈ സിനിമയുടെ പേര് കുട്ടിക്കുപ്പായം. സ്മോൾ ഫ്രോക്ക്. കണ്ടില്ലേ? കുട്ടിക്കുപ്പായം കണ്ടില്ലേ? ഇതുപോലെ 1964 ഇത് റിലീസായത്. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ. ഇതെന്താ? കണ്ടക്കണിയല്ലേ. അതെ, ആ പാട്ട്. യെസ്. വെളുക്കുമ്പോ കുളിക്കുവാൻ പോരുന്ന നേരം വഴിവക്കിൽ നിന്നവനെ കിളിച്ചുണ്ടൻ കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനെ. പഴയ കാലത്തൊക്കെ എത്ര മണിക്കാ? അതിരാവിലെ 5 മണിക്കൊക്കെയാണ് കാമുകൻ കാത്തു നിൽക്കുന്നത്. അത് വാങ്ങിയത്. അന്ന് മൊബൈൽ ഫോണൊന്നും ഇന്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ. നേരത്തെ കിടന്നുറങ്ങും, നേരത്തെ എണീക്കും. ഇപ്പൊ റീൽസ് ഒക്കെ കണ്ട് രാത്രി കിടക്കുമ്പോ 12 1 മണി. പിന്നെ എങ്ങനെ 5 മണിക്ക് എണീക്കും? പിന്നെ വേറെ പാട്ടുണ്ട്, പുള്ളിമാനല്ല മയിലല്ല, ആ പാട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല സൂപ്പർ പാട്ടുകളുള്ള ഒരു സിനിമയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞ് ഈ 1964 എത്ര വർഷം മുമ്പേ ഉള്ളതെന്ന് ഓർക്കണം. ആ പാട്ടാണ് നമ്മുടെ കുഞ്ഞ് പാടാൻ പോണത്. അതല്ലേ? അതുണ്ട്. അത് എന്റെ പപ്പയുടെ കൂട്ടുകാരനും പിന്നെ വൈഫും വന്നിട്ടുണ്ട്. അതാണ് ഇത്ര നേരമായിട്ട് ആലോചിച്ചത്. എന്താണ് അവരുടെ പേര്? എനിക്കറിയില്ല. അതൊന്നും അറിയില്ല. സ്വന്തം പേര് പോലും അറിയാത്ത ഖദീജ. അതെ, നമ്മള് വേറൊരാളുടെ പേര് ചോദിക്കുന്നേ. എന്റെ പേര് രാജേഷ്. രാജേഷ് ഏട്ടൻ. ചേച്ചി? ആശ. ആശ ചേച്ചി. ഓക്കെ, രാജേഷ് വെൽക്കം. അതെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. യെസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നെന്റെ കടലിലെ പൊന്നണി പാടത്തൊരു പുന്നാര പനന്തത്ത പറന്നു വന്നു. ഒരു പഞ്ചാര പനന്തത്ത പറന്നു വന്നു. ഇന്നെന്റെ കടലിലെ പൊന്നണി പാടത്തൊരു പുന്നാര പനന്തത്ത പറന്നു വന്നു. ഒരു പഞ്ചാര പനന്തത്ത പറന്നു വന്നു. പാടാത്ത പാട്ടില്ല, പറയാത്ത കഥയില്ല, ഓടക്കുഴലും കൊണ്ട്
പനന്തത്ത പറന്നു വന്നു. പൊന്നണി പാടത്തൂർ പുന്നാര പനന്തത്ത പറന്നു വന്നു. ഒരു പഞ്ചാര പനന്തത്ത പറന്നു വന്നു. ഇന്നിന്റെ കടലിലെ പൊന്നണി പാടത്തൂർ പുന്നാര പനന്തത്ത പറന്നു വന്നു. ഒരു പഞ്ചാര പനന്തത്ത പറന്നു വന്നു. യെസ്. അപ്പൊ ഖദീജ കുട്ടി മാർക്ക് അറിയണ്ടേ? എസ്തർ കുട്ടിയുടെ ഇന്നത്തെ മാർക്ക് 96.75 ഔട്ട് ഓഫ് 100. അപ്പൊ ഖദീജ കുട്ടി, ടാറ്റ, see you, bye bye.